സമുദായ അംഗങ്ങൾ ക്രൈസ്തവ സഭ അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് പ്രൗഢഗംഭീരമായ ഈ ജൂബിലി ആഘോഷം. ഈ ആഘോഷങ്ങൾക്ക് ഇത്രയും മനോഹരമായ നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. ജൂബിലി ആഘോഷം നമ്മുടെ 25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം വരാനിരിക്കുന്ന കാലഘട്ടം ഏറ്റവും മനോഹരമായി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനുള്ള വിവിധ കർമ്മപരിപാടികൾ ചിന്തിക്കുന്നതിനുള്ള അവസരം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും അവസരം നമുക്ക് നൽകിയ നല്ലവനായ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമുള്ള അവസരമായി കൂടി ഇതിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ സമ്മേളനത്തിന് മുൻപ് നടന്ന കൃതജ്ഞതാ ബലിയർപ്പണം. ഏറ്റവും ശ്രേഷ്ഠമായി ഇതോടനുബന്ധിച്ച് നടത്തുന്നതും വിശ്വാസ ചൈതന്യത്തിൽ ദൈവത്തെ എന്നും ഓർത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുവൈറ്റിലെ മിഡിൽ ഈസ്റ്റിലെ ക്രനയ സമൂഹം മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ്. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I now call upon the President of KKCA Kuwait, Mr. Stephen Totikard, for the presidential address. His Grace Apostolic Non-Show Archbishop Mohammed Al-Hashim, His Grace our Archbishop Matthew Polakad, PWD Minister Mons Joseph, MLA Thomas Charlie Garden, Father Anthony, Monsignor John Kalarakal, Middle East Knanaya Catholica Congress President Mr. Raju Abraham, Maliel Musa Koya, KKCA Secretary Johnson, Reggie, and KCCME representatives, and my dear KKCA members. This is a great historic time for us because here we are celebrating our silver jubilee with KCCME convention. First of all, I thank you all, especially His Grace Apostolic Non-Show Archbishop Mohammed Al-Hashim and Archbishop Mar Matthew Mulakat, for your blessings and your great presence. And I thank you all those who are presented here. Again, I greet you all those who are presented here. With your permission, I like to talk in Malayalam. Kuwait Knanaya Cultural Associationന്റെ രജത ജൂബിലി ആഘോഷങ്ങളും മിഡിൽ ഈസ്റ്റ് ക്രാനായ കൺവെൻഷനും സംയുക്തമായി നടത്തുന്ന ഈ ദിവസങ്ങൾ KKCയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ദിനങ്ങളാണ്. ഈ ചരിത്ര സംഭവത്തിൽ പങ്കുചേരുവാനെത്തിയിട്ടുള്ള നിങ്ങളേവർക്കും KKCയുടെ ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ നേരുന്നു. ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത് തോമസ് ലീഹ ആയിരുന്നു. AD 52 തോമസ് ലീഹ ഭാരതത്തിലെത്തുകയും ഏതാണ്ട് 20 വർഷക്കാലം സുവിശേഷ വേല ചെയ്ത് AD 72 തമിഴ്നാട്ടിലുള്ള മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു. അതിനുശേഷം ഭാരതസഭയുടെ നേതൃനിരയിൽ അഭാവം തോന്നിയ അന്നത്തെ പേർഷ്യൻ വ്യാപാരിയായിരുന്ന ക്നായിത്തൊമ്മൻ വിവരം മിഡിൽ ഈസ്റ്റിലുള്ള തന്റെ സ്വദേശത്ത് എന്ന് ധരിപ്പിക്കുകയും അവിടുത്തെ മേലധികാരികൾ റൂഹാമാർ യൗസേപ്പ് എന്ന മെത്രാനും കുറെ വൈദികരും ശമാശന്മാരും ഉൾപ്പെടെ ഏതാണ്ട് 400ഓളം ക്നാനായക്കാര് AD 345 കൊടുങ്ങല്ലൂരിലെത്തി. കൊടുങ്ങല്ലൂരിലെത്തിയ ഈ ക്നാനായ സമൂഹം കൊടുങ്ങല്ലൂരിന്റെ തെക്ക് ഭാഗത്ത് പെരിയാറിന്റെ തീരത്ത് ഒരു കോളനി സ്ഥാപിച്ച് അവിടെ വസിക്കുന്നതിന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ അധികാരം കൊടുത്തു. പ്രത്യേകം ചില പദവികളും കൊടുത്ത് അവരെ ആദരിക്കുകയുണ്ടായി. പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ക്നാനായക്കാര് ഇന്നത്തെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്നാനായക്കാര് കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലങ്ങളിലും വടക്കൻ മലബാറിലേക്കും പിന്നീട് പല വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറ്റം തുടങ്ങിക്കൂടെയിരുന്നു.
അതിന്റെ ഭാഗമായി ഏതാണ്ട് 1960-കളിൽ കുവൈറ്റിലും കനാനായക്കാർ എത്തിത്തുടങ്ങി. അങ്ങനെ കുവൈറ്റിലെത്തിയ കനാനായ സമൂഹം 1984 ജൂലൈ 1-ാം തീയതി കനാനായക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടെ സാംസ്കാരികവും സാമുദായികമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് ഈ KKCA. സഭാ ചൈതന്യവും വിശ്വാസ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ കനാനായ സമൂഹത്തെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിന് KKCAക്ക് സാധിച്ചു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിലൂടെ കൂട്ടം തെറ്റാതെ ഐക്യത്തിൽ മുന്നേറുന്നതിന് സംഘടന പരമാവധി ശ്രമിച്ചു. വർഷം തോറും അതിവിപുലമായ വിവിധ സംഗമങ്ങൾ സംഘടിപ്പിച്ചും പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും തങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ശ്ലാഘനീയമായ വളർച്ച കൈവരിച്ചു. കുവൈറ്റിലെ സഭാമേലധ്യക്ഷന്മാർ, വൈദികർ, വിവിധ കത്തോലിക്ക സംഘടനകൾ തുടങ്ങി കുവൈറ്റിലെ മുഴുവൻ സമൂഹത്തിന്റെയും വിവിധ മതസ്ഥരായ ആൾക്കാരുടെയും എല്ലാം പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ഇന്ന് KKCA ജൂബിലിയുടെ മികവിൽ നിൽക്കുന്നു. ഈ അവസരത്തിൽ സംഘടനയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ശക്തിയും പ്രയോജനവും നൽകിപ്പോന്ന കോട്ടയം രൂപയുടെ മേലധ്യക്ഷന്മാർ, കുവൈറ്റിലെ പേട്രൺ ബിഷപ്പ് കമീല വാലിൻ, വൈദികർ, നല്ലവരായ ഈ സംഘടനയുടെ മുൻഗാമികൾ, ഇങ്ങനെ ഉള്ള എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഈ അറബി നാട്ടിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസ്യൂതം തുടർന്നു പോകുന്നതിന് അവസരം നൽകുന്ന ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണാധികാരികളെയും ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ ദൈവത്തിൽ അർപ്പിക്കുന്നു. ആദിമ സമൂഹത്തെ പോലെ ഒരു മനസ്സും ഒരു ഹൃദയവുമായി ബന്ധങ്ങൾ വേർപെടുത്താതെ സൽപ്രവർത്തികളുടെയും സദ്വചനങ്ങളുടെയും ഒരു നല്ല സഭാവിശ്വാസിയും നല്ല ജ്ഞാനായക്കാരനുമായി മറ്റുള്ളവർക്ക് നമ്മളുടെ ദൈവത്തെ അനുഭവിക്കുവാനും അറിയുവാനും ഇടയാകത്തക്ക വിധം ഈ കൂട്ടായ്മ വളരട്ടെ, വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലിയുടെ വിജയത്തിനായി സഹകരിച്ച ഏവരെയും ജൂബിലിയുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ടും ഉപസംഹരിക്കുന്നു. താങ്ക് യു. We next have a felicitation by our most loved MLA, Mr. Thomas Charigadan. I humbly request him to come forward. His Grace Mogad El Hashim, Apostolic Nuncio, അഭിവന്യ മൂലക്കാട്ട് പിതാവേ, പ്രിയപ്പെട്ട മോറിസ് ജോസഫ് PWD മിനിസ്റ്റർ, കുവൈറ്റ് കനായ കൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റ് സ്റ്റീഫൻ തോട്ടിക്കാട്, മിഡിൽ ഈസ്റ്റ് കനായ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജു ഓരിൽ, ബഹുമാന്യരായ മോൺസിഞ്ഞോർ ജോൺ കല്ലറയ്ക്കൽ, റവറൻഡ് ഫാദർ ആന്റണി, മലയിൽ മൂസ മീഡിയ റെപ്രസെന്റേറ്റീവ് ശ്രീ ടോജി ഫിലിപ്പ്, മറ്റ് വിശിഷ്ട അതിഥികളെ, കുവൈറ്റ്